അയ്യോ മറന്നുപോയി. ഞാനിവിടെ എന്തെടുക്കാ? എനിക്ക് ശരിക്കും വിശപ്പുണ്ട്. എനിക്കിപ്പോ ചാട്ട് കഴിക്കാൻ തോന്നുന്നു. എന്താണിത്? രാക്ഷസൻ! ഇമിലി, ഇതിന് കാരണം ചിണ്ടുവിന്റെ മാജിക് ആണെന്നാ തോന്നുന്നത്. ചിണ്ടു, ചിണ്ടു നീ എവിടെയാ? ചുൾബുൾ, നീ വേഗം ചെല്ല്. ചിണ്ടുവിനെ പോയി കണ്ടുപിടിക്ക്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഞാനൊരു രാക്ഷസനെ പോലെ വളർന്നിരിക്കുകയാണ്. ഓ, ഇപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യാൻ പറ്റും. ബണ്ടി, നീ ഈ സിറ്റി വിട്ട് പുറത്തേക്ക് പോ. നീ കാരണം ഈ സിറ്റിയിലെ ജനങ്ങളെല്ലാം പേടിക്കുകയാണ്. റോബോ ബോയ്, ഈ ഞാനാരാണെന്ന് നിനക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ലോകം തന്നെ എന്നെ കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുകയാണ്. പക്ഷെ ഞാൻ ആരെയും കണ്ടു പേടിക്കില്ല. നല്ല വിശപ്പുണ്ട്. കുറച്ച് മധുര പലഹാരങ്ങൾ കഴിച്ചേക്കാം. ഞാനിതൊക്കെ കഴിക്കാൻ പോവാ. നീ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതാ ശക്തിമാനായി മാറിയിരിക്കുകയാണ്. ദാ വരുന്നു ശക്തിമാൻ. ഒരു കാര്യം ഓർത്തോ, ഒരു തവണ ഞാൻ ചിണ്ടുവിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ എന്നെ പോലെ സുന്ദരിയായ ഒരു പെർഫെക്റ്റ്ലി ലേഡി ജിന്നാക്കി മാറ്റും. ബൈ ബൈ. നീ എന്തിനാ ഇത്ര അധികം പേടിക്കുന്നത് ചിണ്ടു? മാജിക് കാണിച്ച് അവിടുന്ന് എസ്കേപ്പ് ആകായിരുന്നില്ലേ? അവളെ കണ്ടപ്പോ തന്നെ ഞാൻ എല്ലാ കാര്യവും മറന്നുപോയി വീർ. അകിടം പകിടം മന്ത്രം പോലും ഞാൻ മറന്നു. അവളെ പിടിക്കാൻ അപ്പൂപ്പ നിന്റെ കയ്യില് ഈ ജിൻ ക്യാച്ചർ തന്നതല്ലായിരുന്നോ? ഇത് വെച്ച് നീ അവളെ പിടിച്ചേക്ക്. പേടി കൊണ്ട് വാ തുറന്ന് സംസാരിക്കാൻ പോലും ആവുന്നില്ല. പിന്നെ എങ്ങനെയാ അവളെ പിടിക്കുന്നത്? അവൾ എവിടെ വേണേലും എപ്പോ വരാനും ചാൻസ് ഉണ്ട്. മറ്റുള്ള ജിന്നിന്റെ പവേഴ്സ് തട്ടിപ്പറിച്ച് പിന്നെ അത് വെച്ച് കളിക്കുന്നത് അവൾക്ക് ഇഷ്ടമാണ്. അപ്പൂപ്പനെ ഇവളെയൊക്കെ പേടിച്ചുകൊണ്ട് എവിടെയൊക്കെയോ ചെന്ന് പതുങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഞാനും ഒളിച്ചിരിക്കാം. അവന് വേണ്ടി ഞാൻ 4 കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പൂപ്പ. നിന്റെ കൂട്ടുകാരനല്ലേ അവൻ, എന്നിട്ടാണോ അറിയില്ല എന്ന് പറയുന്നേ? വേഗം അവനെ വിളിക്കിങ്ങോട്ട്. ചിണ്ടുവിനെ ഇത്ര സ്നേഹത്തോടെ ഇദ്ദേഹം എന്തിനാ വിളിക്കുന്നത്? എപ്പോഴും അപ്പൂപ്പൻ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ചാണല്ലോ വിളിക്കുന്നത്. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. അപ്പൂപ്പ, നിങ്ങൾ എല്ലാ ആഹാരവും കൊണ്ട് ആ തീന്മേശ വെച്ചേക്ക്. ഞാൻ ഇപ്പൊ തന്നെ ചിണ്ടുവിനെ വിളിക്കാം. ഹലോ അപ്പൂപ്പ, നിങ്ങൾ എവിടെയാ? ഞാൻ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാ. എന്താ മോനെ, എന്താ കാര്യം? ഒന്നുമില്ല അപ്പൂപ്പ, വെറുതെ ചോദിച്ചതാ. ഇമിലി, ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പൂപ്പനല്ല, ആ ജിന്നാണ്. എന്ത്? ചിണ്ടു, വേഗം വാ. ആ ലേഡി ജിൻ അപ്പൂപ്പന്റെ രൂപത്തിൽ വന്നിരിക്കുക. ഇല്ലില്ല, ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും വരുന്നില്ല. വരാനാ പറഞ്ഞത്. വാ. ചിണ്ടു, നിക്കവിടെ. ഇത് കണ്ടോ? ഞാനത് ട്രെയിനെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഓ അല്ല എമിലി, ചുൽബുൾ, നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? അയ്യോ, വണ്ടി പതുക്കെ ആ ട്രെയിനിന് താഴെ ഇറക്കി വെച്ചേക്ക്. വളരെ പതുക്കെ വേണം വെക്കാൻ. എത്രയും പെട്ടെന്ന് നീ വണ്ടി ചെറുതാക്കി മാറ്റ്. അവനെ ജൈന്റ് ആക്കി മാറ്റിയിരിക്കുക. അത് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. സോറി സോറി സോറി. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഓ നോ. ഹലോ റോബോമോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് തോന്നിയത് ഇത് ട്രെയിൻ അല്ല, എയ്റോപ്ലെയിൻ ആണെന്നാ. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു റോബോ ബോയ്. ഓടിക്കോ, എന്നെ വിട്ടേക്ക്. വീർ, വണ്ടി എവിടെയാ? അവൻ പെട്ടെന്ന് ചെറുതായി പോയി. അപ്രത്യക്ഷമായിരിക്കാം. അവൻ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്, രക്ഷിക്കണേ. ദയവേത് എന്നെ പഴയതുപോലെ മാറ്റ്. എന്നെ ഒന്ന് സഹായിക്ക്, സഹായിക്ക്. അയ്യോ രാക്ഷസൻ, അയ്യോ രാക്ഷസൻ, ഓടിക്കോളൂ എല്ലാവരും, ഓടിക്കോളൂ, രാക്ഷസൻ വരുന്നേ. എന്നെ വിട്, എന്നെ വിട്. നീ എന്തേ ചെയ്യുന്നേ? എന്നെ വിട്ടേക്ക്. നീ ഇവിടെ തന്നെ നിക്ക്. ഞാൻ പോയ ചിണ്ടുവിനെ വിളിച്ചോണ്ട് വരാം. അവൻ കാരണമല്ലേ നീ ഇങ്ങനെ ആയത്. ഹിയാ. എമിലി, ചിണ്ടു എവിടെയുണ്ടെന്ന് കണ്ടെത്തിയോ? എവിടെ തേടിയിട്ട് അവനെ കാണാൻ പറ്റിയില്ല. റോബോബോയ്, റോബോബോയ്, ആ രാക്ഷസൻ എഴുന്നേറ്റ് വന്നോണ്ടിരിക്കുക. അവൻ കണ്ണി കണ്ടതെല്ലാം തല്ലി തകർക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ റോബോബോയ്. എമിലി, ചുൾബുൾ, നിങ്ങൾ എത്രയും വേഗം ചിണ്ടുവിനെ കണ്ടുപിടിക്ക്. ഞാൻ ആ വണ്ടിയെ നോക്കിയിട്ട് വരാം. ശരി, ഓക്കെ. വണ്ടി, നീ എന്ത് കാര്യമായി ചെയ്യുന്നത്? അങ്ങോട്ട് നോക്ക്, ട്രെയിൻ വന്നോണ്ടിരിക്കുകയാണ്. നീ എന്തിനാ റെയിൽവേ ട്രാക്ക് പൊട്ടിച്ചത്? ട്രെയിനിനെ ഞാൻ രക്ഷിക്കും. അതിനെനിക്ക് നിന്റെ അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. മാറിക്കുന്നു.